ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC അറബിക്കിലേക്ക് സ്വാഗതം. അൽ അദ്ബുൽ ജാഹിലിയുടെ നാലാമത്തെയും അവസാനത്തെയും ഭാഗമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. തൊട്ട് ശേഷം വരുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തിയാൽ ഇത്തരം നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. ഈ ക്ലാസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ ഇതിൻ്റെ PDF കൂടെ എടുക്കുന്ന രീതി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നിങ്ങളുടെ ഫോണിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിൽ നിന്നും ഗൂഗിളിൽ almudarrisin.blogspot.com എന്ന് ടൈപ്പ് ചെയ്യുക. almudarrisin.blogspot.com എൻ്റെ ഹിസ്റ്ററിയിൽ അത് കാണിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ അൽ മുദരിസീൻ എന്ന ബ്ലോഗിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. അതിൻ്റെ ഹെഡിങ് ഹോം, റിസോഴ്സ്, വീഡിയോസ്, ബുക്സ്, സ്റ്റഡി മെറ്റീരിയൽസ്. ആ സ്റ്റഡി മെറ്റീരിയൽസിൽ സെറ്റ് നെറ്റ് എന്ന സബ് ടൈറ്റിൽ സെലക്ട് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് കാണാം UGC നെറ്റ് JRF കോച്ചിങ് അറബിക് കാപ്സ്യൂൾ നോട്ട്സ്. അതിൽ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 അപ്ഡേറ്റ് ആയിട്ടില്ല. അത് ഉടനെ അപ്ഡേറ്റ് ആക്കുന്നതായിരിക്കും. നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അൽ അറബു വ മവാത്തിനുഹും വ ത്വബക്കാത്തുഹും. ജാഹിലിയ കാലഘട്ടമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പം അറബികളുടെ ത്വബക്കുകളും അവരുടെ ഗോത്രങ്ങളെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് പറയേണ്ടതുണ്ട്. അൽ അറബു മിനൽ ഉമമി സാമിയ, സെമിറ്റിക് കുടുംബത്തിൽപ്പെട്ടതാണ് അറബികൾ അല്ലെങ്കിൽ അറബി ഭാഷ. ഹി അൽ ബാബിലിയ, അൽ അശൂരിയ, അൽ ഇബ്രാനിയ, അൽ ഫീനിഖിയ, അൽ ആരാമിയ, അൽ ഹബഷിയ. ഇത്രയുമാണ് സെമിറ്റിക് കുടുംബത്തിൽപ്പെട്ട ഭാഷകൾ. പലപ്പോഴും UGCക്കൊക്കെ ചോദിക്കാറുണ്ട്, ഇതിൽ പിന്നെ ആര്യ എന്നൊക്കെ ചേർക്കും. ആര്യൻ ഭാഷ സെമിറ്റിക് പെട്ടതല്ല, ആരാമിയാണ് സെമിറ്റിക് ഭാഷയിൽപ്പെട്ടത്. ഇപ്പോൾ പെടാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതേപോലെ അൽ അറബു ഷാബാനി, ഷാബ് കഹ്താൻ വ അദ്നാൻ. 2 വിഭാഗം ജനങ്ങളാണുള്ളത് അറബി സംസാരിക്കുന്നത്. ഒന്ന് കഹ്താൻ, 2 അദ്നാൻ. അൽ കഹ്താനിയൂൻ എന്ന് പറയുന്നത് സക്കനു അൽ യമൻ, അവർ യമനിൽ താമസിക്കുന്നവരാണ്. ലഹും ലുഗത്തുൽ ഹിമ്യരിയ, അവർക്ക് ഹിമ്യരിയ ഭാഷയാണുള്ളത്. അൽ അദ്നാനിയൂൻ എന്ന് പറയുന്നത് സക്കനു അൽ ഹിജാസ്, അവർ ഹിജാസിലാണ് താമസിക്കുന്നത്. ലഹും ലുഗത്തു മുലരിയ, അവർക്ക് മുലരിയ ഭാഷയാണുള്ളത്. രണ്ടും അറബി ഭാഷയുടെ 2 വ്യത്യസ്ത രൂപങ്ങളാണ്. തഖ്സീമു താരീഖുൽ അദബ്. താരീഖുൽ അദബിനെ നമ്മൾ കാലഘട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കുകയാണെങ്കിൽ, ഒന്ന് അൽ അസ്റുൽ ജാഹിലി യബ്തദിഉ ബിസ്തിഖ്ലാലിൽ അദ്നാനിയീന അനിൽ യമനിയീന ഫി മുൻതസിഫിൽ ഖർനിൽ ഖാമിസ് ലിൽ മീലാദി വയൻതഹി ബി ദുഖൂലിൽ ഇസ്ലാം സന 622 മീലാദിയ. ക്രിസ്താബ്ദം 622 വരെ ജാഹിലിയ കാലഘട്ടം ആരംഭിക്കുന്നത് അദ്നാനികൾ യമനിൽ നിന്നും സ്വതന്ത്രമായത് മുതൽ ഇസ്ലാം വരുന്നത് വരെയുള്ള കാലഘട്ടമാണ് അസ്റുൽ ജാഹിലി. അസ്റു സദുൽ ഇസ്ലാം വദ് ദൗലത്തിൽ അമവിയ യബ്തദി ഉമാൽ ഇസ്ലാം, ഇസ്ലാമോട് കൂടിയാണ് അത് ആരംഭിക്കുന്നത്. വയൻതഹി ബി ഖിയാമി ദൗലത്തിൽ അബ്ബാസിയ സന 132 ഹിജ്റ. ഹിജ്റ 132 അബ്ബാസിയ ഭരണകൂടം വരുന്നത് വരെയുള്ള കാലഘട്ടമാണ് അമവിയ എന്നറിയപ്പെടുന്നത്. അൽ അസ്റുൽ അബ്ബാസി മബ്ദഉഹു ഖിയാമു ദൗലത്തിഹിം സന 132 ഹിജ്റ. ഹിജ്റ 132 മുതൽ വ മുൻതഹാഹു സുഖൂത്ത് ബഗ്ദാദ് ഫി ഐദി തത്താരിയ സന 656. ഹിജ്റ 656 വരെ, 132 മുതൽ 656 വരെയുള്ള അബ്ബാസി കാലഘട്ടത്തിലുള്ള സാഹിത്യങ്ങളാണ് അൽ അസ്റുൽ അബ്ബാസി എന്നറിയപ്പെടുന്ന ഘട്ടം. അടുത്ത അൽ അസ്റു തുർക്കി യബ്തദിഉ ബി സുഖൂത്തി ബഗ്ദാദ്, ബഗ്ദാദിന്റെ പതനം മുതൽ കാര്യം സൂചിപ്പിക്കുകയാണ്. ഹിജ്റ 656 വയൻതഹി ഇൻദ നഹ്ലത്തിൽ ഹദീസ സന 1220 ഹിജ്റ. ഹിജ്റ 1220 നവോത്ഥാന അല്ലെങ്കിൽ ആധുനിക കാലഘട്ടം തുടങ്ങുന്നത് വരെയുള്ള കാലമാണ് അസ്റുൽ തുർക്കി എന്നറിയപ്പെടുന്നത്. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. തഖ്സീമു താരീഖുൽ അദബ്. അൽ അസ്റു തുർക്കി, തുർക്കി കാലഘട്ടം എന്ന് പറയുന്നത് യബ്തദിഉ ബി സുഖൂത്തി ബഗ്ദാദ് സന 656 വയൻതഹി ഇൻദ നഹ്ല അൽ ഹദീസ സന 1220 ഹിജ്റ. ഹിജ്റ 656 തുടങ്ങി 1220 വരെയുള്ള കാലഘട്ടമാണ് അസ്റു തുർക്കി എന്നറിയപ്പെടുന്നത്. അൽ അസ്റുൽ ഹദീസ്, ഈ അസ്റു തുർക്കി എന്ന് പറയുന്നത് ഏറ്റവും ദുർബലമായ അറബി ഭാഷയുടെ ഏറ്റവും ദുർബലമായ ഒരു കാലഘട്ടം കൂടിയാണ്.
അൽ അസ്റുൽ ഹദീസ് എന്ന് പറയുന്നത് യബ്തദിയു ബിസ്തിലായി മുഹമ്മദ് അലി അലാ മിസ്ർ. മുഹമ്മദ് അലി പാഷ മിസ്ർ കീഴടക്കിയത് മുതൽ, അത് 1798 വലാ യസാൽ, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ആധുനിക കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ആധുനിക കാലഘട്ടത്തിൽ അറബി സാഹിത്യം എന്നറിയപ്പെടുന്നത്. അടുത്തത് തൊബക്കാത്തുൽ അറബ്, അറബികളുടെ വിഭാഗങ്ങൾ. ബായിദ, ആരിബ, മുസ്തഅരിബ എന്നീ 3 വിഭാഗങ്ങൾ ഉണ്ട്. അതിൽ ബായിദ എന്ന് പറയുന്നത് ദുരിസത്ത് അഖ്ബാറുഹും വ തുമിസത്ത് ആസാറുഹും അഷ്ഹറു ഖബായിലിഹിം ആദ് വ സമൂദ്. അവരുടെ അടയാളങ്ങളെല്ലാം മാഞ്ഞു പോയിരിക്കുന്നു, ചരിത്രത്തിൽ അവരുടെ എല്ലാ അടയാളങ്ങളും നശിച്ചു പോയിരിക്കുന്നു. അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം എന്ന് പറയുന്നത് ഖുർആൻ ഉൾപ്പെടെ പരാമർശിച്ച ആദ്, സമൂദ് ഗോത്രങ്ങളാണ്. രണ്ടാമത്തത് ആരിബ, അത് ഹും അൽ യമനിയൂന അൽ മുൻതബൂന ഇല യുഅറബ് ഇബ്നു കഹ്താൻ. യുഅറബ് ഇബ്നു കഹ്താനിലേക്ക് എത്തിച്ചേരുന്ന യമനി പരമ്പരയാണ് ആരിബ എന്ന് പറയുന്നത്. അവർ യമനികളാണ്. അൽ മുസ്തഅരിബ, മുസ്തഅരിബ എന്ന് പറയുന്നത് ഹും വലതു ഇസ്മായിൽ അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട സമുദായമാണ് മുസ്തഅരിബ എന്നറിയപ്പെടുന്നത്. നസല ബിൽ ഹിജാസ് മിൻഹും അദ്നാൻ, അവർ ഹിജാസിലാണ് താമസിക്കുന്നത്, സ്ഥിരതാമസമാക്കിയത്. അവരിൽപ്പെട്ടതാണ് അദ്നാൻ ഗോത്രം. നേരത്തെ നമ്മൾ പറഞ്ഞു അദ്നാൻ ഗോത്രത്തെക്കുറിച്ചും കഹ്താൻ ഗോത്രത്തെക്കുറിച്ചും നേരത്തെ പറഞ്ഞു. ഒന്ന് യമനിയൂനാണ്, ഒന്ന് ഹിജാസിലാണ്. ഇനി അറബിയിലെ ജാഹിലിയ കാലഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ ഒരു ടൈറ്റിലാണ് അൽ അസ്വാഖ് എന്ന് പറയുന്നത്. ഹിയ അംകിന ശത്ത ഫി അൻഹാഇൽ ജസീറ അൽ അറബിയ യഖ്തലിഫൂന ഇലൈഹ ഫി ഔഖാത്ത് മുഅയ്യന ബിശുഊൻ തിജാരിയ വ അദബിയ. മക്കയിലെ ജസീറത്തുൽ അറബിലെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള സ്ഥലങ്ങളാണ് അസ്വാഖ് എന്നറിയപ്പെടുന്നത്, അങ്ങാടികൾ എന്നറിയപ്പെടുന്നത്. ആ അങ്ങാടികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ കച്ചവടത്തിന് വേണ്ടിയും സാഹിത്യ മത്സരങ്ങൾക്ക് വേണ്ടിയും മറ്റുമായി ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളാണ്. അഷ്ഹറുഹ ഉക്കാൽ, ഏറ്റവും പ്രധാനപ്പെട്ട അസ്വാഖ് എന്ന് പറയുന്നത്, സൂക്ക് എന്ന് പറയുന്നത് ഉക്കാൽ ചന്തയാണ്. കുർബ മക്ക, മക്കക്കടുത്തുള്ള. വ മജന്ന വ ദുൽ മജാസ് എന്നീ 2 ചന്തകളും, മജന്നയും ദുൽ മജാസും ഫി ലവാഹി മക്ക, മക്കയുടെ ഓരങ്ങളിലുള്ള. സൂഖ് ഉക്കാദ് തുക്കാമു ഫി അവ്വലി ദുൽഹജ്ജ. സൂഖ് ഉക്കാദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ ദുൽഹജ്ജ 1 മുതൽ ഇല 20 മിൻഹു, ദുൽഹജ്ജ് 20 വരെ നീണ്ടു നിൽക്കുന്നതാണ് ഉക്കാദ് ചന്തയിലെ കച്ചവടം അല്ലെങ്കിൽ സാഹിത്യ മത്സരങ്ങൾ എന്ന് പറയുന്നത്. കാനത്തിൽ അസ്വാഖ് തുക്കാമു ആദത്തൻ ഫിൽ അഷ്ഹുരിൽ ഹുറും അല്ലദി ഹുളിറ ഫിഹിൽ ഖിതാൽ. യുദ്ധം നിഷേധിക്കപ്പെട്ട പവിത്രമായ മാസങ്ങളിലാണ് ഇത്തരം ചന്തകൾ നടക്കാറുള്ളത്. വളരെ സമാധാനപൂർണമായ അത്തരം സാഹചര്യങ്ങളിലാണ് അവർ സാഹിത്യ മത്സരങ്ങളും അതേപോലെ കച്ചവട സാധ്യതകളൊക്കെ അവർ കണ്ടെത്തിയിരുന്നത്. കാനൻ നാബിഗ അദ്ദുബിയാനി ഇദാ അതാ സൂഖ ഉക്കാൽ ഫിൽ മൗസിം. ഈ കാലഘട്ടത്തിൽ ഈ ചന്ത നടക്കുന്ന സമയങ്ങളിൽ നാബിഗത്തു ദുബിയാനി ഒക്കാൽ ചന്തയിലെത്തിയാൽ യജ്അലൂനഹു ലിയഹ്കുമ ഫീ മഖ്തലഫു. ഈ സാഹിത്യകാരന്മാർക്കിടയിൽ, കവികൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഒരു ഹുക്കുമ് തേടി അവർ പോയിരുന്നത് നാബിഗത്തു ദുബിയാനിയുടെ അടുത്താണ്. ഒരു UGC നെറ്റിൻ്റെ ചോദ്യത്തിൽ ചോദിച്ചിരുന്നു ആരാണ് അവിടെ വിധി പറഞ്ഞിരുന്നത് എന്ന്. പ്രധാനപ്പെട്ട ചില സൂക്കുകളുടെ പേരുകളും അത് എവിടെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒക്കാൽ ബൈന നിഹ്ല വ ത്വായിഫ്. PS നെറ്റ് JRF പരീക്ഷയ്ക്ക് വന്നിരുന്നു തൊട്ട് മുമ്പ്. ഒക്കാൽ ചന്ത സ്ഥിതി ചെയ്യുന്നത് നിഹ്ലയുടെയും ത്വായിഫിൻ്റെയും ഇടയിലാണ്. മജന്ന എന്ന ചന്ത തിഹാമ എന്ന സ്ഥലത്താണ്. ദുൽ മജാസ് എന്ന സൂക്ക് സ്ഥിതി ചെയ്യുന്നത് അറഫയിലാണ്. മർബദ് എന്ന് പറയുന്ന അസ്വാഖ് സ്ഥിതി ചെയ്യുന്നത് ബസറയിലാണ്. നമ്മൾ പ്രസിദ്ധമായ 3 ചന്തകളെക്കുറിച്ച് മാത്രമേ കേട്ടിട്ടുള്ളൂ, ഒക്കാൽ, മജന്ന, ദുൽ മജാസ്. അതിനു പുറമേയുള്ള 3 ചന്തകളെ കൂടെ പരിചയപ്പെടുത്തുകയാണ്. മർബദ് ബസറയിലാണ്, ഹുജിർ ബഹ്റൈനിലാണ്, സിഹാർ ഉമ്മാനിലാണ്. മജാലിസുൽ അദബിൽ ഉഖ്റ, ഈ ചന്തകളല്ലാത്ത മറ്റു വേദികളും അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദാറുൻ നദ്വ ബി ജിവാരിൽ കഅബ. കഅബയോട് ചേർന്നുള്ള ദാറുൻ നദ്വ എന്ന ക്ലബ്ബ്. അൻഷഅഹ ഖുസയ്യ് കിലാബ്. ഖുസയ്യ് കിലാബ് എന്ന വ്യക്തിയാണ് അത് നിർമ്മിച്ചിരുന്നത്, സ്ഥാപിച്ചിരുന്നത്.
യജ്മഊന ലിൽ മുശാഅറ വൽ മുബാദല വൽ ബഹ്സ് ഫി ബഅദി ശുഊനിഹിം. അവരുടെ മുശാഅറക്ക് കവിതകൾ ഇങ്ങനെ ചൊല്ലി ആസ്വദിക്കുന്നതിന് വേണ്ടി, അതേപോലെ ആളുകളുമായിട്ടുള്ള ഇടപാടുകൾ തീർക്കുന്നതിന് വേണ്ടി, ചർച്ചകൾ ചെയ്യാൻ വേണ്ടി, ഇതിനൊക്കെ അവർ തിരഞ്ഞെടുത്തിരുന്ന ഒരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു ദാറുൻ നദ്വ. ഒരു UGCയുടെ ചോദ്യത്തിലുണ്ടായിരുന്നു ആരാണ് അത് സ്ഥാപിച്ചത് എന്നുള്ളത്. ഖുസൈ ഇബ്നു കിലാബാണ് സ്ഥാപിച്ചത്. അൻ നസ്റു ഫിൽ അസ്റിൽ ജാഹിലി. അസ്റുൽ ജാഹിലിയിലെ നസിറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഇതുവരെ നമ്മൾ ഷിഅറിനെ കുറിച്ചാണ് സംസാരിച്ചത്, ഇനി നസിറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, അൻ നസ്റു അസ്ബഖു അൻവാഇൽ കലാം ഫിൽ വുജൂദ് ഹുവൽ കലാമുൽ മുർസൽ അലാ സജിയതിഹി ലാ യുഖയ്യിദുഹു ഖൈദുൻ വലാ വസ്നുൻ. ഒരു വസിനോ അല്ലെങ്കിൽ പ്രത്യേക നിയമമോ ഒന്നുമില്ലാതെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു ശൈലിയാണ് നസിർ എന്ന് പറയുന്നത്. കവിതയാവുമ്പോൾ അതിന് ബഹർ വേണം, അതിന് കാഫിയ വേണം. ഇതിന് അത്തരം ഒരു വസിനോ കൈദോ ഒന്നുമില്ലാതെ നമുക്ക് നമ്മളുടെ സംസാരത്തിനാണ് നസിർ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട നസിറിൻ്റെ ഇനങ്ങൾ എന്ന് പറയുന്നത് ഹുവൽ മസൽ, ഒന്ന് മസലുകളാണ്, പഴഞ്ചൊല്ലുകളാണ്. ഹെക്മത്തുകളാണ്, തത്വജ്ഞാനങ്ങളാണ്. വൽ ഖുത്ബ, പ്രസംഗങ്ങളാണ്. വൽ വസിയത്തുകളാണ്. പിന്നെ അഷ്ഹറു ഖുതബാഇൽ ജാഹിലിയ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഖത്തീബുമാരെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്ന് ഖുസ് ബിൻ സാഇദ അൽ ഇയാദി, രണ്ട് അംർ ബിൻ കുൽസൂം അത്തഗ്ലബി, ഇദ്ദേഹം ഒരു കവി കൂടിയാണ്. മൂന്നാമത്തത് അക്സം ബിൻ സ്വീഫി അത്തമീമി, ഹിക്മത്തിൽ വളരെ പ്രസിദ്ധനായ ഒരു വ്യക്തിയാണ് അക്സം ബിൻ സ്വീഫി, പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്. 4 അംർ ബിൻ മഅദി കർബ് അസ്സുബൈദി. 5 ഹാനി ഇബ്നു ഖബീസ. അതിലെ ഒന്നാമത്തെ വ്യക്തിയെക്കുറിച്ച് നമുക്ക് അല്പം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഖുസ് ബിൻ സാഇദ അൽ ഇയാദി, ഇയാദ് ഗോത്രമാണ്. ഹു അസ്ഖഫ് നജ്റാൻ എന്ന സ്ഥലത്തുള്ള ക്രൈസ്തവ പുരോഹിതനാണ് ഖുസ് ബിൻ സാഇദ എന്ന വ്യക്തി. ഖതീബുൽ അറബ്, അറബികളുടെ പ്രാസംഗികനാണ്. വ ഹക്കീമുഹ, അവരുടെ ഹക്കീമാണ്, കാര്യങ്ങളൊക്കെ വിധി പറയുന്ന ആളാണ്. വ ഹക്കമുഹ, അവരുടെ തത്വജ്ഞാനി കൂടിയാണ്. കാന യുഅ്മിനു ബില്ലാഹ്, ഏകദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. വ യദ്ഉ ഇലൈഹി, ഏകത്വത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചിരുന്നു. ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. യുഖാലു ഇന്നഹു അവ്വലു മൻ ഖത്തബ അലാ ശറഫ്, ആദ്യമായി കുറച്ച് ഉയർന്ന സ്ഥലങ്ങളിൽ നിന്ന് സംസാരിച്ചത് ഇദ്ദേഹമാണെന്ന് പറയപ്പെടുന്നു. വത്തക അലാ സൈഫ്, വാളിൽ തൂങ്ങി സംസാരിച്ചത് ഇദ്ദേഹമാണ്. വാള് കയ്യിൽ പിടിച്ച് സംസാരിച്ചത് ഇദ്ദേഹമാണ് എന്ന് പറയപ്പെടുന്നു. വഖാല ഫി ഖുത്ബത്തിഹി അമ്മാ ബഅദ്, ഖുത്ബയിൽ അമ്മാ ബഅദ് എന്ന പ്രയോഗം ആദ്യമായി പ്രയോഗിച്ചതും ഖുസ് ബിൻ സാഇദയാണ്. സമിഅഹു നബിയ്യു ഫി ഉക്കാലിൽ വെച്ച് ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുസ് ബിൻ സാഇദയുടെ പ്രസംഗം കേട്ടപ്പോൾ വഅസ്ന അലൈഹി, പ്രവാചകൻ ഖുസിനെ അങ്ങേയറ്റം പ്രശംസിച്ചു. വഖാല, എന്നിട്ട് പറഞ്ഞത് റഹിമല്ലാഹു ഖുസ് ബിൻ സാഇദയെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇന്നി ല അർജു യൗമൽ ഖിയാമത്തി അൻ യബ്അസ ഉമ്മത വഹ്ദഹു, ഇദ്ദേഹത്തോടൊപ്പം ഈ ഉമ്മത്ത് മുഴുവനും, അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടിയുന്ന ആളുകൾ മുഴുവനും ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂടുന്നതായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. തൂഫിയ സന 600 മിലാദിയ, ക്രിസ്താബ്ദം 600-ലാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. ഖാല ഫി ഖുത്ബത്തിഹി, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വരികളാണ് അയ്യുഹന്നാസ് ഇസ്മഉ വഉ ഇന്നഹു മൻ ആശമാത് വമൻ മാതഫാത് വകുല്ലു മാ ഹുവ ആതിൻ ആത്. പരീക്ഷയ്ക്ക് ഈ കോട്ടിങ് ചോദിച്ചിട്ട് ഇതാരുടെ വചനമാണ് എന്ന് ചോദിക്കാറുണ്ട്. രണ്ടാമത്തത് അംർ ബിൻ മഅദി യക്രബ് അസ്സുബൈദി, ഹുവ ഫാരിസുൽ യമൻ, ഇദ്ദേഹം യമനിൻ്റെ ധീര യോദ്ധാവാണ്. വ ഖതീബുൽ അറബ്, അറബികളുടെ പ്രാസംഗികനാണ്. വ ബത്തുലുൽ ഖാദിസിയ യുദ്ധത്തിലെ ഹീറോയാണ്. യൻതമി നസബുഹു ഇലാ ഖഹ്ത്വാൻ, ഇദ്ദേഹത്തിൻ്റെ നസബ് എത്തിച്ചേരുന്നത് ഖഹ്ത്വാൻ ഗോത്രത്തിലേക്കാണ്. വയുക്കന്നി അബാസൗർ, ഇദ്ദേഹത്തിന് അബാസൗർ എന്ന മറ്റൊരു നാമം കൂടിയുണ്ട്, കുഞ്ഞത്ത് കൂടിയുണ്ട്. ലഖിയൻ നബിയ ഫി തബൂക്കിൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടുമുട്ടി. ഹുവ വ ഖൗമുഹു വ അസ്ലമ, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു, പ്രവാചകനിൽ വിശ്വസിക്കുകയും ചെയ്തു. വർത്തദ്ദ ബഅദ ഇസ്ലാമിഹി,
പിന്നീട് അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയും സുമ്മ റജഅ ഇലൽ ഹഖ്, വീണ്ടും ഇസ്ലാമിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്തു. വജാഹദ ഫീ സബീലില്ലാഹ്, ഇസ്ലാമിൻ്റെ മാർഗത്തിൽ അദ്ദേഹം ജിഹാദ് ചെയ്തു. സുമ്മ ഷഹിദൽ ഖാദിസിയ, ഖാദിസിയ യുദ്ധത്തിൽ ഇദ്ദേഹം മരണമടഞ്ഞു, ഷഹീദായി. കാന ഉംറുഹു 105, അദ്ദേഹത്തിൻ്റെ പ്രായം 110 വയസ്സായിരുന്നു. തുവഫിയ ഫി ആഖിരി ഖിലാഫത്തി ഉമർ ബിൻ അൽ ഖത്താബ്, ഉമർ ബിൻ അൽ ഖത്താബിൻ്റെ ഖിലാഫത്തിൻ്റെ അവസാനത്തിലാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. ഖാല ഫി ഖുത്ബത്തിഹി, ഇദ്ദേഹത്തിൻ്റെ ഖുത്ബയിലെ പ്രധാന വരികളാണ് ഇന്നമൽ മർഉ ബി അസ്ഗറൈഹി, മനുഷ്യൻ എന്ന് പറയുന്നത് 2 ചെറിയ സംഗതികളാണ്, നിസ്സാരമായ 2 സംഗതികളാണ്. ഖൽബുഹു വലിസാനുഹു, അവൻ്റെ ഹൃദയവും അവൻ്റെ നാവും. ഫബലാഗുൽ മൻതിഖി സിദാദ് വമിലാകുൻ നുജ്അത്തിൽ ഇർതിയാദ്. ഇദ്ദേഹത്തിൻ്റെ ഖുത്ബയിലെ വരികളെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ അതൊന്ന് ഓർത്തു വെക്കുക. അടുത്തത് അഷ്ഹറു ഹുക്കമാ ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിലെ പ്രസിദ്ധമായ ഹുക്കമാക്കളെക്കുറിച്ചുള്ള പഠനമാണ്. ഹക്കീം, തത്വജ്ഞാനികളെക്കുറിച്ച്. അതിലൊന്ന് ലുഖ്മാനുൽ ഹക്കീമാണ്. 2 അക്സമുബിനു സീഫി അത്തമീമാണ്. 3 ആമിർ ബിൻ ലരീബ് അൽ ഉദ്വാനിയാണ്. ആ ലുഖ്മാനുൽ ഹക്കീമിനെ കുറിച്ച് ഖുർആനിൽ പരാമർശമുണ്ടായിരുന്നു. അക്സമുബിനു സീഫിയെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, ഹക്കീമുൽ അറബ് എന്നാണ് അറിയപ്പെടുന്നത്. അതേപോലെ ആമിർ ബിൻ ലരീബ് അൽ ഉദ്വാനി. അഷ്ഹറു ഹുക്കമാ ഫിൽ ജാഹിലിയ, 1 ലുഖ്മാനുൽ ഹക്കീം, 2 അക്സമുബിനു സീഫി അത്തമീമി, തമീം ഗോത്രമാണ്, ആമിർ ബിൻ ലരീബ്. അതിൽ അക്സമിനെ കുറിച്ച് നമുക്ക് കുറച്ച് നോക്കാം. ഇസ്മുഹു അക്സമുബിനു റബാഹ് അത്തമീമി, ഹു അഷ്ഹറു ഹുക്കമാ ഇൽ അറബ്, അറബികൾ ഏറ്റവും പ്രസിദ്ധമായ തത്വജ്ഞാനിയാണ്. ഫിൽ ജാഹിലിയ ഹിക്മത്തു അക്സം അക്സറു മിൻ അഖ്ബാരിഹി, അദ്ദേഹത്തിൻ്റെ ഖബറിനേക്കാൾ, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഹിക്മത്താണുള്ളത്. ഖീല ഇന്ന കിസ്ര അനുശിർവാൻ സമിഅ കലാമഹു, കിസ്രയിലെ രാജാവായ അനുശിർവാൻ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ഫഖാല, അദ്ദേഹം പറഞ്ഞത് ലൗലം യകുൻ ലിൽ അറബി ഗൈറുഹു ലകഫ, അറബികൾക്ക് ഇദ്ദേഹം മാത്രമാണ് ഉള്ളത് എങ്കിലും, പ്രാസംഗികനായ അറബികൾക്ക് അക്സമുബിനു സീഫി മാത്രമാണുള്ളെങ്കിലും ലകഫ, അത് മതി അറബികൾക്ക്, അത്രക്ക് കരുത്തനാണ് അക്സമുബിനു സീഫി എന്നർത്ഥം. ഇന്നഹു അമ്മറ ത്വവീലൻ, ധാരാളം ആയുസ് ലഭിച്ച വ്യക്തിയാണ്. ഖസദൽ മദീന ലിയുസ്ലിം, പ്രവാചകനിൽ വിശ്വസിക്കാൻ വേണ്ടി മദീനയിലേക്ക് പുറപ്പെട്ടു. ഫതൂഫിയ ഫി ത്വരീഖ്, വഴിയിൽ വെച്ച് ഇദ്ദേഹം മരണമടഞ്ഞു എന്ന് പറയുന്നു. അടുത്തത് കവിതയെക്കുറിച്ച് നമുക്ക് അല്പം കൂടെ ചില കാര്യങ്ങൾ പറയാം. PSCക്ക് വരാൻ സാധ്യതയുള്ള, UGCക്കൊക്കെ വരാൻ സാധ്യതയുള്ള ചില ഒബ്ജക്റ്റീവ് ടൈപ്പ് സാധ്യതയുള്ള പോയിന്റുകൾ മാത്രമാണ്. 1, കവിത എന്ന് പറയുന്നത് അശ്യറുഹുൽ മാനൽ ജലീൽ ഫിൽ കലാമിൽ മൗസൂനിൽ മുഖഫ, വസിനോടുകൂടെ, കാഫിയയോടുകൂടെ. വസിനി എന്ന് പറഞ്ഞാൽ നമ്മുടെ 15 ബഹറുകൾ ഉണ്ടല്ലോ, അതാണ് വസിന്. കാഫിയ എന്ന് പറയുന്നത് എല്ലാ കവിതയും അവസാനിക്കുന്നത് ഒരു അക്ഷരത്തിലായിരിക്കും. നമ്മൾ പറഞ്ഞല്ലോ, പിന്നെ ഇംറുൽ ഖൈസിൻ്റെ കവിത ലാമിയാണ് എന്നൊക്കെ, മുഅല്ലഖത്തുഹു ലാമിയ. അപ്പോൾ ഈ ലാമിൽ അവസാനിക്കുന്ന അതാണ് കാഫിയ എന്ന് പറയുന്നത്. ബദഅത്ത് ഷിഅർ അലാ ഹാദിഹി സൂറ ഫി ഷിഅരി മുഹൽഹിൽ ബിൻ റബീഅ, മുഹൽഹിൽ ബിൻ റബീഅയാണ് ആദ്യമായിട്ട് അറബിയിൽ കവിത ചൊല്ലിയത് എന്ന് പറയപ്പെടുന്നു. ഇംറുൽ ഖൈസ്, പിന്നെ ഇംറുൽ ഖൈസും. ഖാല അബു അംർ ബിൻ അല, അബു അംർ ബിൻ അലാഇൻ്റെ പ്രസിദ്ധമായൊരു വചനമുണ്ട്. UGCക്ക് മുമ്പ് ചോദിച്ചിരുന്നു ഈ വചനം ആരുടേതാണ് എന്ന്. മൻതഹ ഇലൈക്കും മിമ്മ കാലത്തിൽ അറബ് ഇല്ല അഖല്ലഹു, അറബികളുടെ വാക്കുകൾ നമുക്ക് വളരെ കുറച്ച് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. വലൗ ജാഅക്കും വാഫിറൻ ലജാഅക്കും ഇൽമുൻ വശിഅറുൻ കസീർ, അറബികളുടെ കവിതകൾ മുഴുവനും, അറബികളുടെ സൃഷ്ടികൾ മുഴുവനും നമുക്ക് ലഭിക്കുകയാണെങ്കിൽ, ജാഹിലി സൃഷ്ടികൾ മുഴുവനും നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ധാരാളം കവിതകളും വിജ്ഞാനങ്ങളും ലഭിച്ചേനെ എന്ന്. ഇത് പറഞ്ഞത് അബു അംർ ബിൻ അലായാണ്. അൽ ബുഹൂർ, അറബി കവിതയെക്കുറിച്ച് പറയുമ്പം ബഹറിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാതെ നമുക്ക് അറബി കവിതയെക്കുറിച്ച് പറയാൻ കഴിയുകയില്ല. അറഫൽ അറബു 16 ബഹറൻ, അറബികൾക്ക് 16 ബഹറുകളാണ് അറിയുന്നത്. മീൻസ് അറബ് ഭാഷയിൽ 16 ബഹറുകളാണുള്ളത്. ജമഅ മിൻഹ ഖലീൽ ബിൻ അഹ്മദ് 15 ബഹ്റൻ, 15 ബഹ്റും കണ്ടെത്തിയത് ഖലീൽ ബിൻ അഹ്മദാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ആരാണ് വാലി ഇൽമുൽ ബഹർ, ഇൽമുൽ അറൂൽ, ഇൽമുൽ അറൂലിൻ്റെ
ബഹ്ർ എന്ന് പറയുന്നത് ഇൽമുൽ അറൂലിൻ്റെ ഭാഗമാണ്. ഇൽമുൽ അറൂലിൻ്റെ വാലി അത് അതിൻ്റെ സ്ഥാപകൻ ആരാണെന്ന് വെച്ചാൽ ഖലീൽ ബിൻ അഹ്മദാണ്. 15 ബഹ്റും കണ്ടെത്തിയത് ഖലീൽ ബിൻ അഹ്മദാണ്. വ തദാറക അലൈഹിൽ അഖ്ഫഷ് എന്ന വ്യക്തി കണ്ടെത്തി ബഹ്റുൻ ഉഖറ മറ്റൊരു ബഹ്റൂടെ കണ്ടെത്തി സുമ്മിയൽ മുത്തദാറക്, അതിന് മുത്തദാറക് എന്ന് പേര് വിളിക്കുകയും ചെയ്തു. അതാണ് അറഫൽ അറബ് 16 ബഹ്റൻ ജമഅ മിൻഹാ ഖലീൽ ബിൻ അഹ്മദ് 15 ബഹ്റൻ തദാറക അലൈഹിൽ അഖ്ഫഷ് ബഹ്റൻ ഉഖറ സുമ്മിയ അൽ മുത്തദാറക്. അർ-റജ്സ് അഖ്ദമുൽ ബുഹൂർ ശിഅരിയ ളുഹൂറൻ എന്നാണ് പറയുന്നത്. അറബി കവിതയിലെ ബഹ്റുകളിൽ ഏറ്റവും പഴക്കം ചെന്ന ബഹ്ർ എന്ന് പറയുന്നത് റജ്സ് ആണ്. അതും PSCക്കും പരീക്ഷകൾക്കൊക്കെ ചോദിക്കാറുണ്ട്. കവിതയുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അബുൽ അസ്വദ് ദുഅലി അവ്വലു മൻ വലാ ഖവാഇദൽ അറബിയ, അറബി ഭാഷാ നിയമങ്ങൾ ആദ്യമായിട്ട് കണ്ടെത്തിയത് അബുൽ അസ്വദ് ദുഅലി എന്ന വ്യക്തിയാണ്. അൽ ഖലീൽ ബിൻ അഹ്മദ് അവ്വലു മൻ തകല്ലമ ഫിൽ അറൂലിനെ കുറിച്ച് ആദ്യമായിട്ട് സംസാരിച്ചത്, അറബി കവിതയുടെ പ്രാസത്തെക്കുറിച്ച് ആദ്യമായിട്ട് സംസാരിച്ചത് ഖലീൽ ബിൻ അഹ്മദാണ്. അൽ അഖ്ഫഷ് തദാറക അലൈഹി വസ്നുൽ മുത്തദാറക് എന്ന വസ്ന് കണ്ടുപിടിച്ചത് അഖ്ഫഷാണ്. അൽ മുഹൽഹിൽ അവ്വലു മൻ ഖാല ശിഅർ, ആദ്യമായി കവിത പാടിയത് മുഹൽഹിൽ ബിൻ റബീഅയാണ്. റുവാത്തു ശിഅറുൽ ജാഹിലി കവിതകൾ റിപ്പോർട്ട് ചെയ്ത റാവികൾ ആരൊക്കെയെന്നുള്ളത് ചിലപ്പോഴൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതൊന്ന് അബു അംർ ബിൻ അല ആണ്. രണ്ടാമത്തത് ഹമ്മാദ് അറാബിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു മുഅല്ലഖാത്തു സബ്അ പിന്നെ ജംഇ ചെയ്തത് ഹമ്മാദുർ റാബിയാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. മൂന്നാമത്തത് മുഫല്ലലിയാത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ജാഹിലിയ കാലഘട്ടത്തിൽ അദ്ദേഹം കളക്ട് ചെയ്തിരിക്കുന്ന കവിതകളാണ് മുഫല്ലലിയാത്ത്. അത് കളക്ട് ചെയ്തത് മുഫല്ലലുല്ലബി എന്ന വ്യക്തിയാണ്. നാലാമത്തത് അൽ ഖൽഫുൽ അഹ്മർ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജാഹിലി കാലഘട്ടവുമായി ബന്ധപ്പെട്ട് അവസാനമായിട്ട് പറയാനുള്ളത് അവ്വലു മൻ റസദൽ കവാക്കിബ് അൽ കൽദാനിയൂൻ, കൽദാനികൾ എന്ന് പറയുന്ന വിഭാഗമാണ് ആദ്യമായിട്ട് നക്ഷത്ര ശാസ്ത്രത്തെക്കുറിച്ച് അവഗാഹം നേടിയ വിഭാഗം. നക്ഷത്രങ്ങളെ കണ്ടെത്തി നക്ഷത്രങ്ങളിലൂടെ വഴി കണ്ടെത്തുക തുടങ്ങിയ നക്ഷത്രശാസ്ത്രം ആദ്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയ വിഭാഗമാണ് അൽ കൽദാനിയൂൻ എന്ന വിഭാഗം. അൽ ഇൽമു നശഅ ഫിൽ ഷർക്കിലാണ്, കിഴക്കാണ് വിജ്ഞാനം വളർന്നതെങ്കിലും സുമ്മ ഇൻതഖല ഇലൽ ഗർബ്, ഷർക്കിൽ നിന്നാണ്, നൈൽ നദീ തീരത്താണ് ആദ്യമായി വിജ്ഞാനം ഉറവ കൊണ്ടത് എന്ന് പറയപ്പെടുന്നു. അവിടെ നിന്ന് പടിഞ്ഞാറേക്ക് വിജ്ഞാനം നീങ്ങുകയാണ്. ആദ്യമായിട്ട് വിജ്ഞാനം ഉത്ഭവിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ഷർക്കിലാണ്. പിന്നീട് ഗർബിലേക്ക് പോവുകയാണ് ചെയ്തത്. ഫതനാവലഹുൽ യൂനാൻ, ഗ്രീക്കുകാരാണ് ആദ്യമായിട്ട് ഈ വിജ്ഞാനം കൈകാര്യം ചെയ്തത്. വമിൻഹും അഖദഹുർ റൂമാൻ, അവരിൽ നിന്നാണ് റോമക്കാർക്ക് വിജ്ഞാനം ലഭിച്ചത്. കഴിഞ്ഞ ലെക്ചറർ ഇൻ അറബിക് തസ്തികയിലുള്ള ഒരു ചോദ്യമായിരുന്നു ഈ തനാവലഹുൽ യൂനാൻ വമിൻഹും അഖദഹുർ റൂമാൻ, ആരാണ് ആദ്യമായിട്ട് വിജ്ഞാനം കൈകാര്യം ചെയ്തത് എന്നുള്ളത്, യൂനാനാണോ റൂമാനാണോ എന്നുള്ളത്. ഗ്രീക്കുകാരാണ് ആദ്യമായിട്ട് കൈകാര്യം ചെയ്തത്, അവരിൽ നിന്നാണ് റോമക്കാർക്ക് വിജ്ഞാനം ലഭിച്ചത്. അടുത്തത് അത്വിബ് ഫിൽ ജാഹിലിയ കാലഘട്ടത്തിലെ വൈദ്യശാസ്ത്രം. കാനു യഅ്തമിദൂന അലൽ ഹശായിഷ്, അവർ ഈ പച്ചിലകളാണ് ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിച്ച പ്രധാനപ്പെട്ട മരുന്ന് എന്ന് പറയുന്നത്. മിൻ അത്തിബാഇഹിമിൽ മഷ്ഹൂരീൻ, പ്രസിദ്ധമായ ജാഹിലിയ കാലഘട്ടത്തെ വൈദ്യശാസ്ത്രജ്ഞന്മാരാണ് അല്ലെങ്കിൽ ബിഷഗ്വരന്മാരാണ്, ഡോക്ടർമാരാണ്. ഒന്ന് ഇബ്നു ഹുദൈം എന്ന വ്യക്തി. രണ്ട് അൽ ഹാരിസ് ഇബ്നു കലദ എന്ന വ്യക്തി. അദ്ദേഹം സഖീഫ് ഗോത്രക്കാരനാണ്. കഴിഞ്ഞ ലെക്ചറർ ഇൻ അറബിക് തസ്തികയിൽ ചോദിച്ചിരുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളെ അസുഖമുണ്ടാകുമ്പോൾ പറഞ്ഞയക്കാറുണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ. ആരാണ് ഇദ്ദേഹമെന്ന്? ഹാരിസ് ഇബ്നു കലദയുടെ അടുത്തേക്കാണ് പ്രവാചകൻ സഹാബികളെ പറഞ്ഞയച്ചിരുന്നത്. അവസാനമായിട്ട് അൽ ബൈത്തറ വൽ ഖൈൽ വ ഉലൂമുത് തബിഅ. ബൈത്തറ എന്ന് പറഞ്ഞാൽ മൃഗശാസ്ത്രം, ഡോക്ടർ, മൃഗങ്ങളുടെ രോഗങ്ങളെക്കുറിച്ച് പഠിക്കുന്ന വൈദ്യശാസ്ത്രമാണ് ബൈത്തറത്ത്. വൽ ഖൈൽ, കുതിരകളെക്കുറിച്ചൊക്കെ പഠിക്കുന്നത്. അൽ ഐനായ ബി ഫുറുസിഹിം വ ഖൈലിഹിം യുസമ്മൂനഹു അൽ ബൈത്തറ. കുതിരകളെയും അതേപോലെ അവരുടെ ഒട്ടകങ്ങളെയൊക്കെ പരിചരിക്കുന്നതിനാണ് ബൈത്തറത്ത് എന്ന് പറയുന്നത്.
നമ്മൾ മൃഗഡോക്ടർ എന്നൊക്കെ പറയുന്നത്. നബഗ മിൻഹും അൽ ആസുബിനു വായിൽ, അതിൽ വളരെ പ്രസിദ്ധനായിരുന്നു ആസുബിനു വായിൽ എന്ന വ്യക്തി. ഇനി നമ്മൾ ഓർത്തു വെക്കേണ്ട 2-3 കാര്യങ്ങൾ കൂടെ ജാഹിലിയ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് പറയാണ്. നേരത്തെ പറഞ്ഞതാണത്. അവലുമാൻ റസദൽ കവാക്കിബ് അൽ കൽദാനിയൂൻ, കൽദാനികളാണ് ആദ്യമായിട്ട് നക്ഷത്രശാസ്ത്രത്തിൽ അവഗാഹം നേടിയത്. അൽ ഇൽമു നസ്ആ എന്നാണ് പ്രിന്റിൽ വന്നിരിക്കുന്നത്, നശഅ എന്ന് തിരുത്തണം. നശഅ ഫി ഷർക്ക്, ഷെർക്കിലാണ് അത് ആരംഭിക്കുന്നത്. സുമ്മ ഇൻതഖലൽ ഗർബ്, ഷെർക്കിൽ നിന്നും ഗർബിലേക്ക് പോയതാണ്. കിഴക്കാണ് വിജ്ഞാനത്തിൻ്റെ ഉറവ ആദ്യമായിട്ട് ഉണ്ടായത്. ഫതനാവലഹുൽ യൂനാൻ വമിൻഹും അഖദഹുർ റൂമാൻ, ആദ്യമായിട്ട് ഗ്രീക്കുകാരാണ് വിജ്ഞാനം കൈകാര്യം ചെയ്തത്, അവരിൽ നിന്നാണ് റോമക്കാർ വിജ്ഞാനം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലാസ്സുകൾ എല്ലാവരും വളരെ ശ്രദ്ധിച്ച് ഒരു നോട്ട് ആക്കി എഴുതുകയും അത് ഇടയ്ക്കിടെ പ്രിപ്പയർ ചെയ്യുകയും ഈ വോയിസ് ഇങ്ങനെ ഇടയ്ക്കിടെ കേൾക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഈ ജാഹിലി കാലഘട്ടവുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യം വന്നാലും എഴുതാൻ കഴിയും. ഇത്ര ഡീപ്പായിട്ട് ഈ വിഷയം കൈകാര്യം ചെയ്തത് നമുക്കൊരു ഏത് എക്സാം വന്നാലും, ഇനി വരാനുള്ള ലെക്ചറർ തസ്തികയുള്ള എക്സാം വരെ, JRF എക്സാം വരെ നമുക്ക് എഴുതാൻ കഴിയുന്ന രീതിയിൽ ഇത്തിരി ഡീപ്പായിട്ട് തന്നെയാണ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇതായ രീതിയിൽ തന്നെ നിങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉന്നതമായ ഒരു വിജയം ഈ നോട്ടിലൂടെ കൊയ്യാൻ കഴിയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എല്ലാവരും വളരെ നന്നായി പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ.